നമസ്കാരം. എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കല്ലുപ്പ് പരിഹാരത്തെ കുറിച്ചാണ്. ഒരു നുള്ളു കല്ലുപ്പ്, 7 കല്ലുപ്പ് കൊണ്ട് നമുക്ക് 7 വിധ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വീട്ടിൽ വന്നിട്ടുള്ള സകലവിധ പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ്. സകലവിധ ശത്രുദോഷ, ദൃഷ്ടിദോഷ, ബാധാദോഷങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറിക്കിട്ടാൻ, ദൃഷ്ടിദോഷം മാറിക്കിട്ടാൻ, നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടാൻ ഇതിനൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കുന്നു. കല്ലുപ്പ് കടലിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കടലിൽ നിന്ന്, വെള്ളത്തിൽ നിന്നാണ് കല്ലുപ്പ് ഉണ്ടാവുന്നത്. ആ കല്ലുപ്പ് അലിഞ്ഞ് വീണ്ടും വെള്ളമായി തീരുകയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയി തീർന്ന് വെള്ളമായി തീരും. കാരണം വെച്ചാൽ നമ്മൾ ഒരു നുള്ളു കല്ലുപ്പ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു നുള്ളു കല്ലുപ്പ് ഇട്ടിട്ട് ഡെയിലി തുടച്ച് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കല്ലുപ്പ് കൊണ്ട് വീട് ഒരിക്കലും തുടയ്ക്കരുത്. അത് വലിയ ദോഷങ്ങൾ കൊണ്ടുവരും. അപ്പൊ അത് പ്രത്യേകം പറയുന്നത് വെച്ചാൽ കല്ലുപ്പ് അന്നത്തെ ദിവസം നമ്മൾ കല്ലുപ്പ് ഇട്ട് തുടച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്ന നല്ല ശക്തികളൊക്കെ പോയിട്ട് ദുർശക്തികൾ വരികയും നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രം കല്ലുപ്പിട്ട് വീട് തുടയ്ക്കരുത്. ഒരു നുള്ളു കല്ലുപ്പ് എടുത്തിട്ട് ദിവസം വീട് മുഴുവനും തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജികളും പോയി കിട്ടുന്നതാണ്. പിന്നെ അടുത്തൊരു പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ കയറുന്ന ലിവിംഗ് റൂം, നമ്മുടെ ഹാളിൽ ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദുർശക്തികളിലേക്ക് ഇല്ലാണ്ടാക്കി, നെഗറ്റീവ് എനർജികളിനെ ഇല്ലാണ്ടാക്കി പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ വീട്ടിൽ വഴക്കുകൾ ഇല്ലാണ്ടാവുക, നല്ല ഒത്തൊരുമയോടെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഭാര്യ ഭർത്താക്കന്മാർ ഐക്യം ഇല്ലാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കിടക്കുന്ന റൂമിൽ കട്ടിലിന്റെ അടിയിലോ ഒന്നില് മേലെയോ, മേലെ വെക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ വെക്കുക, അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിലായിട്ട് വെക്കും. 1 സ്പൂൺ കല്ലുപ്പ് എടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് എനിക്കും എൻ്റെ ഭർത്താവിനും ഉള്ള ഐക്യമില്ലായ്മ തീർത്തു തരണേ, ഐക്യത്തോടെ ഇരിക്കാൻ പറ്റണേ, നല്ല സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്ലാസ്സിലേക്ക് സമർപ്പിച്ചിട്ട് ആ ഗ്ലാസ്സിനെ എടുത്ത് ഒന്നിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിൽ കട്ടിലിന് മേലെയായിട്ട് വെക്കാൻ പറ്റിയ വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡെയിലി അത് മാറ്റിക്കൊണ്ടേയിരിക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച മാറ്റുക. ശനിയും ഞായറും തുടർച്ചയായിട്ട് 2 ദിവസം മാറ്റുന്നതോടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവിധ സകലവിധ പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ്. ഇങ്ങനെ ചെയ്യാം. ഈ കട്ടിലിന്റെ അടിയിൽ വെക്കാൻ പറഞ്ഞ വെള്ളത്തിന് ഒന്നിൽ നിങ്ങൾക്ക് ബേസിലോ പാത്രം കഴുകണ ബേസിലോ ഒഴിച്ചു കളയുക, ഇല്ലാന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് ഒഴിച്ചു കളയേണ്ടതാണ്. കാരണം നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് ഒഴിക്കരുത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, പണപ്രശ്നം തീരുന്നില്ല, പണം വരില്ല, തീരെ വരുന്നില്ല, ദിവസം ഓരോ പ്രശ്നങ്ങളാണ്, ഒരു വരവിൽ കവിഞ്ഞ ചെലവുണ്ടാവുക, അങ്ങനെയുള്ളതിനൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ ഈ വടക്ക് കിഴക്ക് മൂലയിൽ നമുക്ക് അടുക്കള വരുന്ന ആ ഭാഗത്താണ് അവിടേക്ക് ഒരു ബൗളിലാക്കിയിട്ട് കല്ലുപ്പ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ പൂർണ്ണമായും തീർന്ന് നമ്മുടെ വീട്ടിലേക്ക് പണത്തിന്റെ വരവ് കൂടുകയും നമുക്ക് ദുർച്ചെലവായി പോകുന്ന, അധികമായി ചെലവായി പോകുന്നതും ഇല്ലാതായി തീരുകയും ചെയ്യും. പിന്നെ അടുത്ത പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കുന്ന കുളിമുറിയിൽ ഒരു ഗ്ലാസ് നിറയെ, ഒരു ചെറിയ ഗ്ലാസ്സിൽ നിറയെ കല്ലുപ്പ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യങ്ങൾ ഇല്ലാണ്ടായി തീരുമെന്ന് പറയും. ചില വീടുകളിൽ അരി വാങ്ങിക്കാൻ പോലും പൈസയില്ല, സമ്പാദിക്കുന്ന പൈസ ഒന്നിനൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുളിമുറിയിൽ നമ്മൾ കുളിക്കുന്ന വെള്ളമൊന്നും തട്ടാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് നിറയെ അല്ലെങ്കിൽ ഒരു ടംബ്ലർ നിറയെ, അതുപോലെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് തന്നെ ആയിരിക്കണം, അത് നിറയെ കല്ലുപ്പ് നിറച്ച് വെച്ചിട്ട് ആ കല്ലുപ്പ് അലിയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള ദാരിദ്ര്യങ്ങൾ അലിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നിറച്ച് വെച്ചാലും നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള ദാരിദ്ര്യങ്ങൾ പൂർണ്ണമായി തീർന്ന് ഐശ്വര്യം ഉണ്ടായി വരുന്നതാണ്. അന്നദാരിദ്ര്യം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. അപ്പൊ അതിന് ഇത് ചെയ്യുക, ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എടുത്തിട്ട് ആ കല്ലുപ്പ് എടുത്തിട്ട് ഒന്നില് പൂച്ചെടികൾക്കോ അല്ലെങ്കിൽ തെങ്ങിനോ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പുതിയ കല്ലുപ്പ് നിറച്ചിട്ട് വെക്കുക. അത് വെള്ളം ആവണ വരെയും വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളം 1 മാസത്തിലായിട്ടില്ല, 3 മാസമൊക്കെ ആയിട്ടാണ് പതുക്കെ ആവണമെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു കളർ അല്ലെങ്കിൽ വെള്ളം ഊറി വരുന്നതായി കണ്ടു കഴിഞ്ഞാൽ ആ കല്ലുപ്പെടുത്ത് മാറ്റിയിട്ട് പുതിയ കല്ലുപ്പെടുത്ത് വെക്കുക. അപ്പൊ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും നീങ്ങി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്,
ചിലർക്ക് പുറത്ത് പോയിട്ട് വന്നാൽ ഭയങ്കര കൺദൃഷ്ടിയാണ് കുട്ടിക്ക്, എവിടെ പോയാലും അയ്യോ അത് ശരിയാവണില്ല, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, നമുക്ക് തന്നെ സ്വയം ഒരു ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ദേഹത്ത് വന്നിട്ടുള്ള കൺദൃഷ്ടികൾ, ദൃഷ്ടിദോഷങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പോയി തീരുന്നതാണ്. ഇനി അടുത്ത പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ സ്വയമേ നമ്മുടെ വീട്ടിൽ ഭയങ്കര ശത്രുദോഷം, ബാധാദോഷം അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് വീട്ടിൽ ഇപ്പോഴും ഒരു സ്വസ്ഥതയില്ലായ്മ, മനസ്സമാധാനം ഇല്ലാണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു പാക്കറ്റ് കല്ലുപ്പ്, 1 കിലോ കല്ലുപ്പ് വാങ്ങിച്ച് അതിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കാല് മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വന്നിട്ടുള്ള നമ്മുടെ മേലെ ബാധിച്ചിട്ടുള്ള സകലവിധ ബാധാദോഷങ്ങളും ശത്രുബാധാദോഷങ്ങളും നീങ്ങിപ്പോകും എന്ന് പറയാറുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം ഇരിക്കുക. 15 മിനിറ്റ് നേരം ആ കാല് ആ വെള്ളത്തിൽ, ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മൾ 1 കിലോ ഉപ്പ്, ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ച് വേണം കൊട്ടാൻ. അത് കല്ലുപ്പ് തന്നെ കൊട്ടണം. അങ്ങനെ ഒരുപാട് നമ്മുടെ വീട്ടിൽ ഈ ശത്രുദോഷം കൊണ്ട് ഒരുപാട് മനസ്സ് മുട്ടിയിട്ടിരിക്കുകയാണ്, എന്തും ചെയ്യാൻ പറ്റില്ല. ദിവസം ഒരു സങ്കടങ്ങളും പ്രശ്നങ്ങളും, വീട്ടിൽ ഒരുപാട് മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നിങ്ങൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിലേക്ക് ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. കുറച്ച് വെള്ളമല്ല, കുറച്ച് നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് കാല് മുട്ട് വരെ മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനോവിഷമങ്ങളൊക്കെ അപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പം അതൊക്കെ തീരണം 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 എന്ന് വിചാരിച്ച് ഈ കല്ലുപ്പിൽ ഇട്ട ബക്കറ്റിൻ്റെ ഉള്ളിൽ കാലിട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിനെടുത്ത് കാൽപെടാത്ത സ്ഥലത്ത് ഒഴിച്ച് കളയുക. എന്നിട്ട് കൈയും കാലമൊക്കെ മുഖമൊക്കെ കഴുകിയതിന് ശേഷം നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കളയുക. ഇത് പുറത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ശത്രുദോഷം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ആ ശത്രുദോഷം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. അടുത്ത പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ചത് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടക്കണം, അത് നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടാൻ, എനിക്ക് എങ്ങനെ നടക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കാൻ, നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് ഒരു മൺവിളക്കെടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിലേക്ക് ഇരുന്നുകൊണ്ട് നിങ്ങൾ 2 കൈകളിലേക്കും ഓരോ ടീസ്പൂൺ ഉപ്പ് വയ്ക്കുക. ഓരോ പിടി വരെ ചെറിയൊരു പിടി ഓരോ 2 കയ്യിൽ ഉപ്പ് വെച്ചിട്ട് നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ആദ്യമേ നമ്മൾ പൂർവികരായിട്ടുള്ള ഗുരുകാരണവരന്മാരെയും തറവാട്ട് ദൈവങ്ങളെയും ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രപഞ്ചത്തിനോട് നമ്മൾ ആവശ്യപ്പെടുക, എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ദൈവത്തിനോട് അപേക്ഷിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കത് കിട്ടണം, എനിക്ക് ഈ കാര്യം നടന്നു കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കും തോറും ഒരു 10 ദിവസം, ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കാര്യം, നിങ്ങൾ വിചാരിച്ച കാര്യം, നിങ്ങൾ എന്താണോ ദൈവത്തിനോട് ചോദിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതോറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പരിഹാരം ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യേണ്ടത്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.